Next is properties of Fourier transform. Okay, properties of Fourier transform. First നമ്മൾ കാണുന്നത് linearity property ആണ്. എന്താണ് linearity property പറയുന്നത്? Okay, x1 of t യുടെ Fourier transform x1 of omega ആണെങ്കിൽ x2 of t യുടെ Fourier transform x2 of omega ആണെങ്കിൽ a x1 of t plus b x2 of t എന്നതിൻ്റെ Fourier transform എന്ന് പറയുന്നത് എന്തായിരിക്കും? a x1 of omega plus b x2 of omega ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, x1 of t യുടെ x1 of omega ആണെന്ന് പറഞ്ഞു. x1 of omegയുടെ ഇക്വേഷൻ നമുക്കറിയാം, x2 of omegയുടെ ഇക്വേഷൻ അറിയാം. ലെറ്റ് y of t is equal to a x1 of t plus b x2 of t. അപ്പം Fourier transform of y of t എന്ന് പറയുന്നത് is equal to y of omega ആണ്, which is equal to integral minus infinity to infinity y of t e raised to minus j omega t dt. Okay, which is equal to integral minus infinity to infinity a1 x1 of t plus b1 x2 of t. Okay, a1 and a x1 of t plus b x2 of t into e raised to minus j omega t dt. Okay, splitting then the term minus infinity to infinity a x1 of t e raised to minus j omega t dt plus integral minus infinity to infinity b x2 of t e raised to minus j omega t dt. ഓക്കെ, എയും ബിയും കോൺസ്റ്റൻസ് ആണ്. സോ ഇതിനെ നമുക്ക് വെളിയിലെടുക്കാം. സോ വെളിയിലെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും ഇതെന്ന് പറയുന്നത് x1 ഓഫ് ഒമേഗയും ഇതെന്ന് പറയുന്നത് x2 ഓഫ് ഒമേഗയും ആണ്. സോ a x1 ഓഫ് ഒമേഗ പ്ലസ് b x2 ഓഫ് ഒമേഗ എന്ന് കിട്ടും. സോ ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്താണ് പറയുന്നത്? y ഓഫ് ഒമേഗ എന്ന് പറയുന്നത് y ഓഫ് ടിയുടെ Fourier ട്രാൻസ്ഫോം ആണ്. അതായത് a x1 ഓഫ് ടി പ്ലസ് b x2 ഓഫ് ടി എന്ന് പറയുന്നതിൻ്റെ Fourier ട്രാൻസ്ഫോം x1 ഓഫ് ടിയുടെ x1 ഓഫ് ഒമേഗ കണ്ടുപിടിക്കുക, x2 ഓഫ് ടിയുടെ x2 ഓഫ് ഒമേഗ കണ്ടുപിടിക്കുക, എന്നിട്ട് കോൺസ്റ്റൻസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആയിരിക്കും എന്നാണ് ലീനിയാരിറ്റി പറയുന്നത്. ഓക്കെ, സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടൈം ഷിഫ്റ്റിംഗ് ആണ്. ഓക്കെ, സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടൈം ഷിഫ്റ്റിംഗ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് Fourier ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് ഒമേഗ ആണെങ്കിൽ Fourier ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി മൈനസ് ടി സീറോ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ സീറോ ടി ഒമേഗ ടി സീറോ ഇൻറ്റു ഇ റേസ് ടു എക്സ് ഓഫ് ഒമേഗ ആയിരിക്കും. ഓക്കെ, സോ എക്സ് ഓഫ് ടി മൈനസ് ടി സീറോയുടേത് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി സീറോ എക്സ് ഓഫ് ഒമേഗ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് ഓഫ് ടി മൈനസ് ടി സീറോയുടെ എന്തായിരിക്കും? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി മൈനസ് ടി സീറോ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി ഇങ്ങനെയായിരിക്കും കാണുന്നത്. ഓക്കെ, ലെറ്റ് ടോ ഈസ് ഈക്വൽ ടു ടി മൈനസ് ടി സീറോ എന്നുള്ള ഒരു ഡമ്മി വേരിയബിൾ കൊടുക്കുകയാണെങ്കിൽ ടി ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ടോ പ്ലസ് ടി സീറോ എന്ന് കിട്ടും. ഓക്കെ,
സോ ഞാൻ ആ ഡമ്മി വേരിയബിളിലേക്ക് കൊടുക്കുകയാണ്. എക്സ് ഓഫ് ടോ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടോ പ്ലസ് T0. ഓക്കെ, T0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഹെൻസ് എനിക്ക് ഇവിടുത്തേത് ഡി ടോ എന്നാക്കാം. ഓക്കെ, T0 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ T0 എന്ന് പറയുന്ന ഒരു ടേം കിട്ടും. സോ അതിനെ ഞാൻ വെളിയിലെടുക്കുവാണ്. ജെ ഒമേഗ T0 ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടോ ഡി ടോ. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഓഫ് ഒമേഗയ്ക്ക് ഈക്വലൻ്റ് ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ T0 ഇൻറ്റു എക്സ് ഓഫ് ഒമേഗ. സോ ഇങ്ങനെയാണ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടീനെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് ആണ്. ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ്. ഓക്കെ, എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എക്സ് ഓഫ് ഒമേഗ ആണെങ്കിൽ ഇ റേസ് ടു ജെ ഒമേഗ 0 ടിയുടെ ഇൻറ്റു എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ഓഫ് ഒമേഗ മൈനസ് ഒമേഗ 0 ആയിരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, അതായത് പ്രൂഫ് എക്സ് ഓഫ് ടി ഇ റേസ് ടു ജെ ഒമേഗ 0 ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി ആയിരിക്കും. ഓക്കെ, which is equal to integral minus infinity to infinity x of t e raised to minus j omega minus omega 0 t dt. Okay, so ഇതെന്ന് പറയുന്നത് എന്താണ്? x of omega minus omega 0. സോ അതുകൊണ്ടാണ് പറയുന്നത് ഇ റേസ് ടു ജെ ഒമേഗ 0 ടി ഇൻറ്റു ഡി ടി. അതായത് ഒരു ഫ്രീക്വൻസി ഷിഫ്റ്റ് എക്സ് ഓഫ് ടിക്ക് വരുവാണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി ഫൊറിയർ ട്രാൻസ്ഫോമിൽ വരുന്നത് എക്സ് ഓഫ് ഒമേഗ മൈനസ് ഒമേഗ 0 ആയിരിക്കും. നെക്സ്റ്റ് ടൈം സ്കെയിലിംഗ്. ഓക്കെ, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് ഒമേഗ ആണെങ്കിൽ ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി പറയുന്നത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എ ടി എന്നൊരു ടൈം സ്കെയിലിംഗ് ഉണ്ടാകുവാണെങ്കിൽ 1 ബൈ മോഡ് എ എക്സ് ഓഫ് ഒമേഗ ബൈ എ എന്നായിരിക്കും. ഓക്കെ, സോ ഇതാണ് ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി പറയുന്നത്. നെക്സ്റ്റ് ഇസ് ടൈം റിവേഴ്സൽ. ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ് ഓഫ് ടിയുടേത് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എക്സ് ഓഫ് ഒമേഗ ആണെങ്കിൽ എക്സ് ഓഫ് മൈനസ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എക്സ് ഓഫ് മൈനസ് ഒമേഗ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ഡ്യുവാലിറ്റി പ്രോപ്പർട്ടി. ഓക്കെ, ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഡ്യുവാലിറ്റി പ്രോപ്പർട്ടി. സോ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് ഒമേഗ ആണെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഈ എക്സ് ഓഫ് ടിക്ക് പകരം എക്സ് ഓഫ് ഒമേഗയ്ക്ക് പകരം എക്സ് ഓഫ് ടി ആണെങ്കിൽ അതെന്ന് പറയുന്നത് 2 പൈ ഇൻറ്റു എക്സ് ഓഫ് മൈനസ് ഒമേഗ ആയിരിക്കും. ഓക്കെ, സോ ഇതെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നമുക്കിത് വെച്ചിട്ട് ഒരു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ്
A0 കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമുക്കറിയാം ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം A0 വേണ്ട, ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് 1 കണ്ടുപിടിക്കാം. ഓക്കെ, ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു ഫോറിയർ ട്രാൻസ്ഫോം നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു, ഇറ്റ് ഈസ് 1 എന്ന്. ഓക്കെ, സോ ബൈ ഡ്യുവാലിറ്റി പ്രോപ്പർട്ടി ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2π ഇൻറ്റു ഡെൽറ്റ ഓഫ് മൈനസ് ഒമേഗ. ഓക്കെ, സോ അതാണ് ഡ്യുവാലിറ്റി പ്രോപ്പർട്ടി പറയുന്നത്. അതായത് എനിക്ക് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് ടി ഇമ്പൾസ് ഫംഗ്ഷൻ്റെത് 1 ആണെന്ന് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തു. ഓക്കെ, സോ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറയുന്നത് ബൈ ഡ്യുവാലിറ്റി പ്രോപ്പർട്ടി 2π ഇൻറ്റു എക്സ് ഓഫ് മൈനസ് ഒമേഗയാണ്. സോ 2π ഇൻറ്റു എക്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് ഇവിടെ ഡെൽറ്റ ഓഫ് ടി ആണ്. സോ ഡെൽറ്റ ഓഫ് മൈനസ് ഒമേഗ ആയിരിക്കും. ഓക്കെ, ഡെൽറ്റ ഓഫ് ടി എന്ന് പറയുന്നത് ഇതാണ് ഡെൽറ്റ ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് ടി ഈസ് ഈക്വൽ ടു 0യിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഡെൽറ്റ ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒമേഗ ആയിരിക്കും വേരിയബിൾ. ഓക്കെ, സോ ഡെൽറ്റ ഓഫ് മൈനസ് ഒമേഗ ഇറ്റ് ഈസ് എൻ ഈവൻ ഫംഗ്ഷൻ. ഡെൽറ്റ ഓഫ് ഒമേഗ എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷനാണ്. ഹെൻസ് ഡെൽറ്റ ഓഫ് മൈനസ് ഒമേഗ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ഒമേഗ. ഹെൻസ് നമുക്ക് പറയാം ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറയുന്നത് 2π ഡെൽറ്റ ഓഫ് ഒമേഗ എന്ന് പറഞ്ഞു. ഇനി ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് A0 എന്തായിരിക്കും? അപ്പം ഒരു ഡി സി വാല്യൂ ആയ A0 എന്ന് പറയുന്നത് എന്തായിരിക്കും? A0നെ എനിക്ക് A0 ഇൻറ്റു 1 എന്ന് എഴുതാം ആണല്ലോ. സോ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 2π ഇൻറ്റു A0 ഇൻറ്റു ഡെൽറ്റ ഓഫ് ഒമേഗ. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ഡ്യുവാലിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഡി സി വാല്യൂവിൻ്റെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് എക്സ് ഓഫ് ടിയുടേത്. എക്സ് ഓഫ് ഒമേഗ ആണെങ്കിൽ ക്യാപിറ്റൽ എക്സ് ഓഫ് ടി, അതായത് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് 2π ഓഫ് എക്സ് ഓഫ് മൈനസ് ഒമേഗ ആയിരിക്കും. കുറച്ചും കൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ റെക്റ്റാങ്കുലർ ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് സിങ്ക് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, നമ്മളത് ചെയ്തില്ല, നമുക്ക് ചെയ്യാം. സിങ്ക് ഫംഗ്ഷൻ ആയിരിക്കും. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് റെക്റ്റാങ്കുലർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിങ്ക് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പം ഇതാണ് ഇതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് സിങ്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബൈ ഡ്യുവാലിറ്റി പ്രോപ്പർട്ടി എന്തായിരിക്കും? റെക്റ്റാങ്കുലർ ഫംഗ്ഷൻ തന്നെയായിരിക്കും ഇൻറ്റു 2π. ഓക്കെ, സോ ഇതാണ് ഡ്യുവാലിറ്റി പ്രോപ്പർട്ടി പറയുന്നത്. അതായത് റെക്റ്റാങ്കുലർ ഫംഗ്ഷൻ്റെ എക്സ് ഓഫ് ടിയുടെ എക്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്ന ഇതാണ്. ഇനി ഈ സിങ്ക് ഫംഗ്ഷനാണ് എനിക്ക് തന്നിരിക്കുന്നതെങ്കിൽ എക്സ് ഓഫ് ടി ഇതാണെങ്കിൽ എൻ്റെ എക്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, സോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വരാം. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? പെയർ എന്ന് പറയുന്നത്. അതായത് ഫോറിയർ ട്രാൻസ്ഫോം പെയർ എന്ന് പറയുന്നത്. എക്സ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം സിങ്ക് ഫംഗ്ഷനാണ്. സിങ്ക് ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ഇതാണ് ഇൻറ്റു 2π. ഓക്കെ, സോ അത് തന്നെയാണ് ഇവിടെ നമ്മൾ 1ൻ്റെത് കണ്ടുപിടിച്ചു, A0യുടേത് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി ഡിഫറൻസിയേഷൻ ഇൻ ടൈം ഡൊമെയിൻ. ഓക്കെ, നമ്മൾ ഒത്തിരി കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് d/dt ഓഫ് എക്സ് ഓഫ് ടി. എക്സ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എക്സ് ഓഫ് ഒമേഗ ആണെങ്കിൽ d/dt ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്നതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് j ഒമേഗ എക്സ് ഓഫ് ഒമേഗ ആയിരിക്കും. ഓക്കെ,
സോ ഇതാണ് ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി പറയുന്നത്, ഡിഫറൻസിയേഷൻ ഇൻ ടൈം ഡൊമെയിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം പറയുന്നത്. സോ നമുക്ക് പ്രൂഫ് നോക്കാം. എക്സ് ഓഫ് ടിയുടെ is equal to 1/2 pi integral minus infinity to infinity x of omega e raised to j omega t d omega. Okay, so ഇതായിരുന്നു എക്സ് ഓഫ് ടിയുടെ ഇക്വേഷൻ. സോ d by dt of x of t എന്തായിരിക്കും? 1/2 pi constant integral minus infinity to infinity d by dt of x of omega e raised to j omega t d omega. Okay, so ഇവിടെ ഡെറിവേറ്റീവ് ഉള്ളത് e raised to ന് മാത്രമേ ഉള്ളൂ. സോ 1/2 pi integral minus infinity to infinity x of omega e raised to j omega t into j omega d omega. Okay, which is equal to j omega എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. സോ j omega എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് അല്ല, ബട്ട് നമുക്ക് അറിയാം ഈ ഒരു ടേം എന്ന് പറയുന്നത് എക്സ് ഓഫ് ഒമേഗ ആണെന്ന്. ഓക്കെ, സോ ജെ ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ഒമേഗ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ ജെ ഒമേഗ മാത്രമേ ഉള്ളൂ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സോ ജെ ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ഒമേഗ എന്ന് എഴുതാം. സോ ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ജെ ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ഒമേഗയാണ്. ഓക്കെ, സോ ഇതാണ് ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി പറയുന്നത്. ഇനി കൺവല്യൂഷൻ പ്രോപ്പർട്ടി, നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കൺവല്യൂഷൻ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, കൺവല്യൂഷൻ ഇൻ ഇത് ഫ്രീക്വൻസി ഡൊമെയിനിലും ടൈം ഡൊമെയിനിലും എല്ലാ ലാപ്ലാസിനും ഇസഡ് ട്രാൻസ്ഫോമിനും എല്ലാം ഈ ഒരു പ്രോപ്പർട്ടി സെയിം തന്നെയാണ്. ദാറ്റ് ഈസ് x1 ഓഫ് ടി കൺവല്യൂഷൻ x2 ഓഫ് ടി. ഓക്കെ, കൺവല്യൂഷൻ ഇൻ ടൈം ഡൊമെയിൻ. ഓക്കെ, എന്ന് പറയുന്നത് ടൈം ഡൊമെയിനിലുള്ള കൺവല്യൂഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡൊമെയിനിൽ വരുമ്പം മൾട്ടിപ്ലിക്കേഷൻ ആവും. x1 ഓഫ് ഒമേഗ ഇൻറ്റു x2 ഓഫ് ഒമേഗ. ഓക്കെ, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ഇൻ ടൈം ഡൊമെയിൻ എന്ന് പറയുന്നത് കൺവല്യൂഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമെയിൻ ആയിരിക്കും. സോ x1 ഓഫ് ടി ഇൻറ്റു x2 ഓഫ് ടി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡൊമെയിനിൽ വരുമ്പം x1 ഓഫ് ഒമേഗ കൺവല്യൂഷൻ x2 ഓഫ് ഒമേഗ ആകും. ഓക്കെ, സോ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അതായത് കൺവല്യൂഷൻ ഇൻ ടൈം ഡൊമെയിൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമെയിൻ ആണ്. ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഇൻ ഫ്രീക്വൻസി ടൈം ഡൊമെയിൻ എന്ന് പറയുന്നത് കൺവല്യൂഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമെയിൻ ആണ്. ബട്ട് ഓക്കെ, ഇതാണ് കോമൺലി ഉള്ളത് ഇവിടെ. ഓക്കെ, ഫോർ ഫോറിയർ ട്രാൻസ്ഫോം ദർ ഈസ് എ 1/2 pi ഇൻറ്റു x1 ഓഫ് ഒമേഗ കൺവല്യൂഷൻ x2 ഓഫ് ഒമേഗ. ഓക്കെ, സോ ഇതിന് നമുക്ക് പ്രൂഫ് നോക്കാം. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് x1 ഓഫ് ടി ഇൻറ്റു x2 ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x1 ഓഫ് ടി ഇൻറ്റു x2 ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി, which is equal to minus infinity to infinity. ഞാൻ x1 ഓഫ് ടിയുടെ എന്താണ് x1 ഓഫ് ടി എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? 1/2 pi. ഓക്കെ, ഇവിടെ ഒമേഗ ഉണ്ട്. ഞാൻ വേറൊരു ഡമ്മി വേരിയബിൾ ആയിട്ടുള്ള ലാംഡ എടുക്കുകയാണ്. x1 ഓഫ് ലാംഡ ഇ റേസ് ടു ജെ ലാംഡ ടി ഡി ലാംഡ. ഓക്കെ, x1 ഓഫ് ടി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇൻറ്റു x2 ഓഫ് ടി
ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. ഓക്കെ, സോ അതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, x1 ഓഫ് ടിക്ക് മാത്രം x1 ഓഫ് ടിയുടെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എഴുതി. ഓക്കെ, 1/2π മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് എന്താണ്? ലാംഡ എന്ന് പറയുന്ന ഒരു ഡമ്മി വേരിയബിളാണ്. ഒമേഗയ്ക്ക് പകരം ഞാൻ ലാംഡ എന്നൊരു വേരിയബിൾ എടുത്തു, കാരണം ഒമേഗ ഓൾറെഡി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇൻ്റഗ്രൽ എക്സ്ചേഞ്ച് ചെയ്തു. സോ 1/2π എന്ന് പറയുന്ന ഇൻ്റഗ്രലിന് 1/2π എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x1 ഓഫ് ലാംഡ. ഓക്കെ, ഇൻ്റഗ്രൽ ഈ ഇത്രയും ഇൻ്റഗ്രൽ വെളിയിലെടുത്തു, എന്നിട്ട് ഇതിനെ അകത്തേക്ക് കൊണ്ടുപോയി. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x2 ഓഫ് ടി. ഓക്കെ, ഇതിനെയും ഒരുമിച്ച് എഴുതി. മൈനസ് ജെ ഒമേഗ മൈനസ് ലാംഡ ടി ഡി ടി. ഓക്കെ, ഡി ലാംഡ വെളിയിൽ. ഓക്കെ, സോ ഇത്രയും അകത്തേക്ക് എടുത്തു, ബാക്കി വെളിയിലേക്ക് കൊടുത്തു. ഓക്കെ, ഇനി ഇതെന്താണ്? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x2 ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ മൈനസ് ലാംഡ ടി ഡി ടി എന്ന് പറയുന്നത് എന്താണ്? 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x1 ഓഫ് ലാംഡ ഇൻറ്റു. ഓക്കെ, ഇവിടെ ഒമേഗ ഉള്ളെങ്കിൽ ഇത് x2 ഓഫ് ഒമേഗ ആയിരുന്നു. പക്ഷേ ഇവിടെ ഒമേഗ മൈനസ് ലാംഡ ആയതുകൊണ്ട് ഇത് x2 ഓഫ് ഒമേഗ മൈനസ് ലാംഡ ഡി ലാംഡ എന്ന് നമുക്ക് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 1/2π എന്താണ്? x1 ഓഫ് ഒമേഗ കൺവല്യൂഷൻ x2 ഓഫ് ഒമേഗ. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതിനെ പ്രൂഫ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ x1 ഓഫ് ടിക്ക് നമ്മുടെ x1 ഓഫ് ടിയുടെ ഡെഫിനിഷൻ കൊടുത്തു. x1 ഓഫ് ടി എന്താണ്? x1 ഓഫ് ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x1 ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോമായ x1 ഓഫ് ഒമേഗ എന്ന് പറയുന്നത് x1 ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി ആണ്. ഓക്കെ, x2 ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x2 ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി ആണ്. ഓക്കെ, സോ ഇവിടെ ഒമേഗ മൈനസ് ലാംഡ വന്നപ്പം ഇവിടെ x2 ഓഫ് ഒമേഗ മൈനസ് ലാംഡ എന്ന് എഴുതി. ഓക്കെ, സോ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ഇൻ ടൈം ഡൊമെയിന്. അതുപോലെ തന്നെയാണ് കൺവല്യൂഷൻ്റേത്. കൺവല്യൂഷൻ്റെ ഇക്വേഷൻ എഴുതി ഇതിനെ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പാർസീവൽസ് തിയറം ആണ്. ഓക്കെ, പാർസീവൽസ് തിയറം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x1 ഓഫ് ലാംഡ ഇൻറ്റു x2 ഓഫ് ലാംഡ. എക്സിൻ്റെ രണ്ടിൻ്റെ വേരിയേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് എക്സ് ആണെന്ന് മനസ്സിലാകും. ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x1 ഓഫ് ലാംഡ ഇൻറ്റു x2 ഓഫ് ലാംഡ ഡി ലാംഡ. ഓക്കെ, അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x1 ഓഫ് ടി ഇൻറ്റു x2 ഓഫ് ടി ഡി ടി is equal to integral minus infinity to infinity x1 of omega into x2 of minus omega d omega. അല്ലെങ്കിൽ integral minus infinity to infinity mod x of t the whole square dt is equal to integral minus infinity to infinity mod x of omega the whole square d omega. ഈ മൂന്ന് റിലേഷനും പാർസീവൽസ് റിലേഷൻ തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ മാത്രം 1/2π ഉണ്ട്. ഓക്കെ, ഇതാണ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ദിസ് ഈസ് ദ എനർജി കണ്ടൻറ്റ്. ഓക്കെ, എനർജി കണ്ടൻറ്റിൻ്റെ ഇക്വേഷനാണിത്.
കണ്ടുപിടിക്കാനുള്ള എനർജി കണ്ടൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇൻ്റഗ്രൽ -∞ to ∞ mod x of t the whole square dt എന്ന് പറയുന്നത്. സോ ഇത് പറയുന്നത് എനർജി കണ്ടൻറ്റ് ക്യാൻ ബി കമ്പ്യൂട്ടഡ് ബൈ ഇൻ്റഗ്രേറ്റിംഗ് എക്സ് ഓഫ് ഒമേഗ സ്ക്വയർ ഓവർ ഓൾ ഫ്രീക്വൻസീസ് ഓഫ് ഒമേഗ. ഓക്കെ, സോ എനർജി കണ്ടൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ബൈ ഇൻ്റഗ്രേറ്റിംഗ് mod x of omega the whole square over all frequencies of omega. ഒമേഗയുടെ എല്ലാ ഫ്രീക്വൻസീസിലും ഓവർ ഓൾ ഫ്രീക്വൻസീസ് എന്ന് പറയുമ്പോൾ ഒമേഗ. അപ്പം ഈ ഒമേഗ എല്ലാ ഫ്രീക്വൻസിയിലും എക്സ് ഓഫ് ഒമേഗ സ്ക്വയർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും ടോട്ടൽ എനർജി കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മോഡ് എക്സ് ഓഫ് ഒമേഗ ദ ഹോൾ സ്ക്വയറിനെ നമ്മൾ എനർജി ഡെൻസിറ്റി സ്പെക്ട്രം എന്ന് വിളിക്കും. ഓക്കെ, ആൻഡ് ഈ ഒരു ഇക്വേഷനെ വിളിക്കുന്നതാണ് എനർജി തിയറം അല്ലെങ്കിൽ പാർസീവൽസ് എനർജി തിയറം. ഓക്കെ, സോ പാർസീവൽസ് എനർജി തിയറം ഇതാണ്. ഓക്കെ, സോ ഇതാണ് പാർസീവൽസ് എനർജി തിയറം. സോ ഇത്രയുമാണ് നമ്മൾ മെയിനായിട്ടുള്ള പ്രോപ്പർട്ടീസ്. 2-3 പ്രോപ്പർട്ടീസും കൂടെയുണ്ട്, എന്നാലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടു. ഇനി ഈ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ.